ഇതിന് മുമ്പ് വേറെ സംഭവമാണ് അത് ഈ ലൂപ്പ് ഡബിങ് എന്ന സംഭവമുണ്ട്. അതായത് നമുക്കൊരു ഒരു ഒരു സീൻ, ഞാനും ഇദ്ദേഹം ഞങ്ങൾ 3 പേരാന്ന് വയ്ക്കുക. അപ്പോൾ ഇത് 3 പേര് തമ്മിലുള്ള സംഭാഷണമാണ്. ആ ഫിലിം ഇങ്ങനെ ഒന്നിച്ച് ഒട്ടിക്കും. ആ ഫിലിം അത് എത്ര കുറേ 500 അടി അല്ലെങ്കിൽ 300 അടിയാന്ന് വെച്ചു. അത് ചുറ്റി വെച്ചിരിക്കുക. ഇതിങ്ങനെ കറങ്ങി വരും. കറങ്ങി നമ്മുടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയണം. പിന്നെ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇത് കറക്കം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇടയ്ക്ക് കയറി ചെയ്തോണം. അത് മാത്രമല്ല 2 പേര് നിന്ന് ഡബ് ചെയ്യണം. എന്റെ വരുമ്പോ ഞാൻ പറയണം നിങ്ങൾ വരുമ്പോ നിങ്ങൾ തുടങ്ങിക്കോണം. അപ്പൊ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരുത്തൻ തെറ്റിയാ പോയി വീണ്ടും ആദ്യം മുതൽ. അത് കണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഭയങ്കര പണിയായിരുന്നു. അത് അന്നത്തെ ഡയലോഗൊക്കെ വലിയ ഇപ്പോഴത്തെ ഈ വർത്തമാനം പറച്ചിലല്ലല്ലോ, കുറച്ചും കൂടെ ഡയലോഗ് കട്ടിയുള്ള ഡയലോഗുകളൊക്കെ ആയിരിക്കും. അതൊക്കെ ഓർത്തിരിക്കണ്ടേ? അല്ല, അതുകൊണ്ടാണ് ഇന്ന് ആ ഡയലോഗ്സ് ഒക്കെ ഓർക്കുന്നത് ആൾക്കാര്. എന്നുവെച്ചാൽ അത്രയും നാടകീയമാണെങ്കിലും ഡയലോഗിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പം ഡയലോഗിന് ഇത്ര പ്രാധാന്യം കാഷ്വലായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡയലോഗിന്റെ ആവശ്യമില്ല. വിഷ്വലാണല്ലോ. നാടകം കാണാൻ വരുന്ന പ്രേക്ഷകന്റെ മനസ്സെന്താ, നിങ്ങൾ പറയേ ഞങ്ങൾ കേൾക്കാം. കേൾവിയാ കൂടുതൽ. നമ്മൾ നടന്മാർ ഉപയോഗിക്കുന്ന ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് 90% നമ്മൾ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത്. സിനിമയല്ല, താനൊന്നും പറയണ്ട, ഞങ്ങൾ കൺട്രോളാവുന്ന.